വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. നീ എന്തിനാ ഞങ്ങളെ രക്ഷിച്ചത്? വരൂ എൻ്റെ കൂടെ, നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഞാനാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. എന്നാലേ ടിംടിമിനെ ഇവിടുന്ന് രക്ഷിക്കാൻ സാധിക്കൂ. എന്ന് വെച്ചാൽ ആ സന്ദേശം നിങ്ങളാണോ അയച്ചത്? അതെ, ടിംടിം എൻ്റെ മകനാണ്. ഡോക്ടർ സ്നേക്ക് അവൻ്റെ അച്ഛനാണ്, ഞാൻ അമ്മയും. കുറച്ചുനാൾ മുമ്പുള്ള സംഭവമാണ്. ഡോക്ടർ സ്നേക്കിന്റെ യഥാർത്ഥ പേര് ഹിംപുത്ര എന്നാണ്. വിദേശത്ത് പഠനം കഴിഞ്ഞ് വന്ന സമയം അദ്ദേഹം സയൻസ് എക്സ്പെരിമെന്റിൽ എപ്പോഴും ബിസിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ലാബിൽ എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോൾ ഇത് ഞാനാണ്, ഹിംപുത്രൻ. കുഴപ്പമില്ല, പാമ്പുകളുടെ ശക്തി എന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിന്റെ രൂപവും എനിക്ക് കിട്ടിയിരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല, ഞാനും ഈ ലോകത്തിൽ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. I'm great. I'm the greatest scientist of the world. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ കുങ്ഫുവിനെ ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കൂ, ചിന്തിച്ചു നോക്കൂ. ആനിമൽസ് കുങ്ഫു ചെയ്യാൻ തുടങ്ങിയാൽ അവർക്ക് മനുഷ്യരെക്കാൾ വളരെ നന്നായി ഫൈറ്റ് ചെയ്യാൻ കഴിയും. ബിക്കോസ് they are more powerful. കാരണം അവരുടെ ഫ്ലെക്സിബിലിറ്റി, അവരുടെ എബിലിറ്റി ടു ഫൈറ്റ്, അവരുടെ ശക്തി ഹ്യൂമൻസിനെക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു പ്രോജക്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആനിമൽസിന്റെ DNA ഹ്യൂമൻസിലേക്ക് പകർത്തി അവരുടെ ശക്തിയും അവരുടെ എബിലിറ്റിയും ഹ്യൂമൻസിലേക്ക് പകർത്താൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ എന്റെ എക്സ്പെരിമെന്റ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിരിക്കുകയാണ്. എനിക്ക് ഒരു ആനിമലിന്റെ ഫേസും കിട്ടി. ഞാൻ പുതിയ പുതിയ ജീവികളെ ഉണ്ടാക്കി അവരെ എല്ലാം കുങ്ഫു എക്സ്പേർട്സ് ആക്കാൻ പോകുകയാണ്. അച്ഛൻ നിങ്ങളെ ഒരു ദിവസം പോലും നിൽക്കാൻ ഇനി അനുവദിക്കില്ല. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും വിചാരിക്കണ്ട. നമ്മൾ ഇനി ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല. ടിംടിമിനെയും കൊണ്ട് നമുക്കിവിടുന്ന് പോകാം. അവൻ ചെറിയ കുട്ടിയാണ്, നിങ്ങളെ കണ്ടാൽ അവന് പേടിക്കും.
അവനെ കൂടെ കൊണ്ടുപോയാൽ ശരിയാവില്ല. ഞാൻ വരാം നിങ്ങളുടെ കൂടെ. അച്ഛൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ ഡോക്ടർ സ്നേക് എല്ലാ ആളുകളിലും പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ എല്ലാവരെയും മൃഗങ്ങളാക്കി. അദ്ദേഹം കുങ്ഫു എക്സ്പേർട്സിനെയും ചാമ്പ്യൻഷിപ്പിൽ വിളിച്ചു വരുത്തി. അവരിലും പരീക്ഷണങ്ങൾ ചെയ്ത് അവരെയും മൃഗങ്ങളാക്കി. എന്നാൽ ആളുകളെല്ലാം പറയുന്നത് അദ്ദേഹം ഒരു മന്ത്രവാദിയാണെന്നാ. ഞങ്ങൾക്കത് ആദ്യം തന്നെ അറിയാമായിരുന്നു. അയാളൊരു മന്ത്രവാദിയും കുന്ത്രവാദിയും ഒന്നും അല്ല എന്ന്. ഇതെല്ലാം സയൻസിന്റെ കളികളല്ലേ? അതെ, അദ്ദേഹം എവിടെയാണോ കാറ്റിൽ അപ്രത്യക്ഷമാകുന്നത് അവിടെ താഴെ ടണൽ ഉണ്ടായിരിക്കും. ആ ടണലിൽ കൂടി അദ്ദേഹം പുറത്തു വരും. ഞാനും അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിനിരയായി ഒരു മത്സ്യകനികയായി. എനിക്ക് രഹസ്യമായി സഞ്ചരിക്കാൻ ഈ വാട്ടർ ടണൽ ഞാൻ ഉണ്ടാക്കി. എന്നാൽ എന്റെ ഭയം മറ്റൊന്നുമല്ല, ടിംനെയും അദ്ദേഹം മൃഗമാക്കി മാറ്റുമോ എന്നാണ്. പൊളിച്ചെടുത്തല്ലോ. ഇതെന്തൊരു അച്ഛനാണ്, സ്വന്തം മോനത്തിനെ മൃഗമാക്കാൻ ശ്രമിക്കുന്നല്ലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. എന്നാൽ ഇവിടെ കർശനമായ സെക്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോ അഷ്ടമി ആകുമ്പോ ഞങ്ങൾ യുദ്ധം ചെയ്തേ മതിയാകൂ എന്നാണോ? എന്നാ പിന്നെ നീ തന്നെ പോയങ്ങ് ഫൈറ്റ്. നീ കണ്ടതല്ലേ, ഡോക്ടർ സ്നേക്കിന്റെ കൂടെ മൃഗങ്ങളുടെ ഒരു സൈന്യം തന്നെ ഉള്ളത്. അവരുമായിട്ട് ഏറ്റുമുട്ടുവാൻ അവരെ പോലെ ശക്തിയുള്ളവർ തന്നെ വേണം. ശക്തിയല്ല, പരിശീലനം. ആ മൃഗങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പരിശീലനം അത്യാവശ്യമാണ്. ആ പരിശീലനം ഞാൻ നിങ്ങൾക്ക് നൽകാം. ആരായിരുന്നു അത്? ഇവിടെ എന്ത് തിരയുകയായിരുന്നു? സർ, ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ പോയി അന്വേഷിക്കേ. എന്തിനു വേണ്ടി ഇവിടെ വന്നുവെന്നും നമ്മുടെ സൈനികന്മാരുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടുവെന്നും. അവർ മൃഗങ്ങളുടെ രൂപത്തിലായിരുന്നു ഡോക്ടർ സ്നേക്. ഇതെങ്ങനെ സംഭവിച്ചു? മൃഗങ്ങളെ നോക്കി അവ എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ ശ്രമിക്കൂ. അവയുടെ സ്വഭാവം, അവയുടെ ചലനം, അവയ്ക്ക് ഓടാനും ചാടാനുമുള്ള കഴിവ്. നിങ്ങൾ മനസ്സ് വെച്ച് ആ മൃഗങ്ങളെ പോലെ ആകാൻ ശ്രമിക്കണം. നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രമേ ആ മൃഗങ്ങളെ പോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കൂ. തീർച്ചയായും നിങ്ങൾക്കത് സാധിക്കും. ടൈഗർ ചാൻ, നീ എല്ലാം കാണൂ. പ്രാക്ടീസ് ചെയ്യണ്ട. കാലിന്റെ അവസ്ഥ പിന്നെയും മോശമാക്കും. മോട്ടു, നീ പ്രാക്ടീസ് ചെയ്യൂ. ടൈഗർ ചാങ്, നീ വാച്ച് ചെയ്ത് അതിനെന്താ ഇംഗ്ലീഷിൽ പറയുന്നേ? റെയിനിങ്. എന്റെ അമ്മോ, അത് റെയിനിങ് അല്ല, ട്രെയിനിങ്. ഒരു ആറിന്റെയും ടീയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. എന്തിനാ അതിന് കടന്ന് ഇങ്ങനെ അലക്കുന്നത്? ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? Don't forget your basic lessons. ഹിംനരേഷ് മുൻപേ പഠിപ്പിച്ചതല്ലേ? ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്. ആ കുരങ്ങൻ ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക് എങ്ങനെയാണ് ചാടുന്നത്? അവന് പൂർണ്ണ വിശ്വാസമുണ്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. അവന്റെ ലക്ഷ്യം കൃത്യമാണ്. മരത്തിൽ ഒരുപാട് ചില്ലകളുണ്ടാകാം, എന്നാൽ ഏത് ചില്ല പിടിക്കണമെന്ന് നമ്മൾക്ക് കൃത്യമായ ഫോക്കസ് ഉണ്ടായിരിക്കണം. ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. അത്രേ ഉള്ളൂ.
എന്റെ മോട്ടു ഫോക്കസ് ഫോക്കസ് ഫോക്കസ്. ഇത് ടിംന്റെ ജീവന്റെ പ്രശ്നമാണ്. സ്വാഗതം മോട്ടു പത്ലു. വരൂ, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇവന്റെ പദ്ധതി ഇതെന്താ? ഇവിടെ ഗാർഡിനൊന്നും കാണുന്നില്ല. ഇത് കൊടുങ്കാറ്റിന് തൊട്ടു മുമ്പുള്ള ശാന്തതയായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് അപകടം നമ്മുടെ 4 ഭാഗത്തും വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായി. പക്ഷേ കുറച്ച് സമയം എടുത്തിട്ടാണ് മനസ്സിലായത്. നിങ്ങൾ രണ്ടുപേരും പോയിക്കൊള്ളൂ മോട്ടു പത്ലു. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇതാണ് പറ്റിയ അവസരം. ഇവിടെ നിന്നും വേഗം പോയിക്കോ. ഓടൂ ഓടൂ, ഏതുവരെ ഓടാൻ പറ്റും? ടിം വരൂ, നമുക്ക് പോകാം ഇപ്പോ തന്നെ. എന്തായി ചെയ്തത് നീ? അവൻ നിന്റെ കഴുത്തിലേക്ക് ഇപ്പോ ഒരു മരുന്ന് കുത്തിവെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നീ തന്നെ അറിയാതെ നീ ഉറങ്ങിപ്പോകും. നിനക്കറിയാമല്ലോ, ഡോക്ടർ സ്നേക് ചിരിക്കുമ്പോൾ കാലം കരയാൻ തുടങ്ങും.
എന്റെ ടിം ടിം, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? കാരണം അവരിലേക്കും ഞാൻ ഇതുപോലത്തെ ഒരു മരുന്ന് കുത്തിവച്ചിരിക്കുകയാണ്. ഇനി അവൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. ഇനി ഇത് കൂടെ മനസ്സിലാക്കിക്കോ, ഞാൻ ഇവനെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മാന്ത്രികന്മാരുടെ രാജാവാണ്. എനിക്കെന്തും ചെയ്യാൻ കഴിയും. Gods. Motu, welcome to my world. നീ ഒരു നല്ല ഫൈറ്ററാണ്. ഇനി നീ നോക്കിക്കോ, ഞാൻ നിനക്ക് ഏത് മൃഗത്തിന്റെ രൂപമാ നൽകാൻ പോകുന്നതെന്ന്. ഞാൻ തരുന്ന രൂപം ഏറ്റവും ശക്തിശാലിയായ രൂപമായിരിക്കും. You will be the best of my lord. ഡോക്ടർ സ്നേക്ക് ചിരിക്കുമ്പോൾ ഈ കാലം എപ്പോഴും കരയും. മോട്ടുവിനെ കുറിച്ച് ഇന്നലെ മുതൽ യാതൊരു വിവരമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? പത്ലു, നീ നിന്റെ മാന്ത്രിക ശക്തികളിലൂടെ നിന്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും മൃഗങ്ങളായി മാറ്റിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ വരൂ, ഏറ്റവും ആദ്യം ആരാണ് മത്സരിക്കാൻ പോകുന്നത്? എന്തു പറ്റി? എന്തുകൊണ്ടാ നീ ഒന്നും സംസാരിക്കാത്തത്? ആർക്കും മത്സരിക്കാൻ താല്പര്യമില്ലേ? ഓ, ഞാൻ മറന്നു, നിങ്ങളിൽ ഒരാൾക്ക് പോലും ധൈര്യമില്ല അല്ലേ? ആ പിന്നെ ഇവിടെ പത്ലുവിന്റെ കൂടെ ഒരു മൃഗത്തിനെ പോലും ഞാൻ കാണുന്നില്ലല്ലോ. എന്താ പത്ലു, നിനക്ക് ഒരു മൃഗത്തിനെ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? ഇവരെല്ലാരും മുമ്പുണ്ടായിരുന്ന പോലെ തന്നെയാണല്ലോ ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ, നീ ഒരു മാന്ത്രികനല്ല എന്ന്. ഈ ലോകത്തൊരൊറ്റ മാന്ത്രികൻ മാത്രമേ ഉള്ളൂ, അത് ഞാനാണ്. ഞാനാണ് ഈ ലോകം കണ്ടതിൽ വെച്ച മാന്ത്രികന്മാരിൽ ഏറ്റവും വലിയ, the one and only, ഏറ്റവും ശക്തിശാലിയായ മന്ത്രവാദി. നീയും മന്ത്രവാദി ഒന്നും അല്ല. നീയും എല്ലാവരെയും മണ്ടന്മാരാക്കുന്നതല്ലേ? നീ ഒരു സയന്റിസ്റ്റ് ആണ്. ആനിമൽസിന്റെ DNA എടുത്ത് മനുഷ്യരിൽ കുത്തിവെച്ച് അവരെ എല്ലാം ഇങ്ങനെ ആക്കുന്നതല്ലേ നിന്റെ പണി? പക്ഷേ ഞങ്ങള് അതിനുള്ള ആന്റിഡോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോക്ടർ ജഡ്ക, കാണിക്ക്. ഞാൻ വളരെ വ്യക്തമായി എല്ലാ മൃഗങ്ങളെയും കുറിച്ച് പഠിച്ചു. എനിക്ക് ഭയങ്കര ബുദ്ധിയാന്ന്. ഞാൻ നിങ്ങളെ പോലെ ഭയങ്കര സയന്റിസ്റ്റാ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കളിക്കാനൊന്നും പോവില്ലായിരുന്നു. എന്റെ കുട്ടിക്കാലം മൊത്തം ഞാൻ സയൻസ് വെച്ചാ കളിച്ചോണ്ടിരുന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ മോട്ടുവിനോടും പത്തിനോടും ചോദിക്കോ. തനിക്കിത് എന്തിന്റെ ആവശ്യമായിരുന്നു ഇങ്ങനെ കിടന്ന് ഷോ കാണിക്കാൻ? സോറി, ഇങ്ങനത്തെ അവസരം നമുക്ക് എപ്പോഴും കിട്ടാറില്ല. എന്ന് വെച്ചാൽ തുല്യരായ ആൾക്കാരുടെ അടുത്ത് നമ്മുടെ ടാലന്റ് കാണിക്കാനുള്ള അവസരം. പക്ഷെ അത് പാളിപ്പോയി. ഡോക്ടർ ചതുക്ക, എന്റെ കഴിവ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോണേല്ലോ. ഈ കാര്യത്തിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് ട്ടോ. എപ്പോഴൊക്കെ ഡോക്ടർ സ്നേക് ചിരിക്കുന്നു, അപ്പോഴൊക്കെ ഈ കാലം കരയും.
ഇപ്പോൾ നീ കരയാൻ തുടങ്ങിക്കോ. കാരണം നീയും നിന്റെ ആന്റിഡോട്ടും ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ കാണൂ, എന്റെ ആവിഷ്കാരം വരാൻ പോവാണ്. മോട്ടു ദ ലയൺ മാൻ. മോട്ടു, എന്താ സംഭവിച്ച്? ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്റെ കൂട്ടുകാരാ, എന്റെ സഹോദര, നിനക്ക് എന്താ സംഭവിച്ചത്? ആരെങ്കിലും അവനൊന്ന് ശരിയാക്ക് പ്ലീസ്. ഞങ്ങളെ ഇവിടുന്ന് വിട്ടയക്ക്, ഞങ്ങളെ ഇവിടുന്ന് വിട്ടയക്ക്. ഞങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. പ്ലീസ് എന്റെ സഹോദരൻ ഒന്ന് ശരിയാക്ക്. ഡോക്ടർ സ്നേക് പ്ലീസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡോക്ടർ സ്നേക് ചിരിക്കുമ്പോൾ ഈ കാലം തന്നെ കരയേണ്ടി വരുമെന്ന്. Watch India's largest kids library only on Jio Hotstar. Download the app now.